Example 15. Find the sum of the sequence 7, 77, 777, 7077, etc. up to n terms. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ സം ടു n ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ഈ തന്നേക്കുന്ന സീക്വൻസ് എ പി ആണോ ജി പി ആണോ എന്ന് നോക്കാം. ഈ സീക്വൻസ് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു എ പി അല്ല എന്ന്. സോ നമുക്ക് ജി പി ആണോ എന്ന് ചെക്ക് ചെയ്യാം. So second term by first term is equal to 11. Third term 777 divided by second term 77 is equal to 10.09 etc. വരും. സോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊരു ജി പി അല്ല. സോ തന്നേക്കുന്ന സീക്വൻസ് ഒരു ജി പിയും അല്ല ഒരു എ പിയും അല്ല. സോ ഇങ്ങനത്തെ പാറ്റേൺസ് വരുമ്പോൾ ഇങ്ങനത്തെ സീക്വൻസ് വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക മെത്തേഡിൽ വേണം അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ. സോ നമുക്ക് ഈ സീക്വൻസിൻ്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. അതിനെ നമുക്ക് എസ് എൻ എന്ന് വിളിക്കാം. സോ എസ് എൻ ഈസ് ഈക്വൽ ടു 7 പ്ലസ് 77 പ്ലസ് 777 പ്ലസ് 7777 പ്ലസ് എക്സെട്ര അപ് ടു n ടേംസ്. സോ ഇതിൽ നിന്ന് ഞാനൊരു 7 നമുക്ക് നോക്കുമ്പോൾ എല്ലാത്തിൽ നിന്നും നമുക്കൊരു 7 കോമൺ എടുക്കാം. ഈ സീരീസിനെ ഒരു 9 കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുവാണ്. ഈ 9 നമുക്ക് അകത്തേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 9 നമുക്ക് 10 മൈനസ് 1 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതുപോലെ ഓരോ 99 നമുക്ക് 100 മൈനസ് 1 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പ്ലസ് 999 നമുക്ക് 1000 മൈനസ് 1 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പ്ലസ് എക്സെട്ര അപ് ടു n ടേംസ്. സോ 10, 100, 1000 ഇതിനെല്ലാം നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. ബാക്കി -1 ഉള്ള -1 എല്ലാം സെപ്പറേറ്റ് ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. സോ 7/9 ഇൻറ്റു 10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് എക്സെട്ര പ്ലസ് n ടേംസ് ഉണ്ടത് പ്ലസ് പിന്നെ -1 ആണ് ഉള്ളത്. സോ ആ -1 പ്ലസ് -1 എല്ലാം ഒത്ത് എഴുതുവാണ്. പ്ലസ് -1ഉം n ടേംസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ 10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് എക്സെട്ര അപ് ടു n ടേംസ് നോക്കുവാണെങ്കിൽ നമുക്കത് എന്തായിട്ട് തോന്നാം? ഇതൊരു ജി പി ആണ്. ജി പി ഹാവിങ് ഫസ്റ്റ് ടേം 10 ആൻഡ് കോമൺ റേഷ്യോ 100/10 10, 1000/100 10. സോ കോമൺ റേഷ്യോ 10. സോ കോമൺ റേഷ്യോ 10ഉം ഫസ്റ്റ് ടേം 10ഉം ആയിട്ടുള്ളൊരു ജി പി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ നമുക്ക് ജി പിയുടെ സം ഓഫ് n ടേംസിൻ്റെ ഇക്വേഷൻ അറിയാം. 2 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് R ഇവിടെ ചെക്ക് ചെയ്യാം. R എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ R ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ SN = A × R⁻n - 1/R-1 എന്ന് പറയുന്ന ഇക്വേഷനാണ് എടുക്കാറ്. സോ 7/9 ഇൻറ്റു ഇത് ഒരു ജി പി ആണ്. സോ സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് എ ഇവിടെ 10 ആണ്. 10 ഇൻറ്റു R 10 തന്നെ R⁻n - 1/R-1. ഇനി ഇവിടെ -n ഒരു n ടേംസ് -1 ഒരു n ടേംസ് വരെ ഉണ്ട്. സോ അതിനെ ഞാൻ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒരു മൈനസ് കോമൺ എടുത്താൽ നമുക്ക് ബാക്കി എന്ത് കിട്ടും? 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര അപ് ടു n ടേംസ് അല്ലേ കിട്ടുന്നത്. സോ നമുക്കറിയാം 1 പ്ലസ് 1 പ്ലസ് 1 എത്ര 1 n നമ്പർ ഓഫ് വൺസ് പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? n തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇതിന് നമുക്ക് സമ്മേഷൻ്റെ ഫോമാറ്റിൽ ഇങ്ങനെ എഴുതാം. സം ഓഫ് 1 പിന്നെ n to n = 1 to n ആയ സമ്മേഷൻ ഓഫ് 1 എന്ന് പറയുന്നത് n ആയിരിക്കും. ഇത് നമ്മൾ ഇക്വേഷൻസ് എഴുതിയ വീഡിയോയിൽ എഴുതിയിട്ടില്ലായിരുന്നു. സോ ഇതുകൂടി അതിൻ്റെ കൂടെ
കൂട്ടത്തിൽ ആഡ് ചെയ്യാം. 7/9 ഇൻറ്റു 10 ഇൻറ്റു 10⁻n - 1/10 - 1 9 മൈനസ് ഇത് നമുക്കറിയാം n ആണെന്നറിയാം. സോ മൈനസ് n. ഇതാണ് ആ തന്നിരുന്ന സീക്വൻസിൻ്റെ സം. Example 16. A person has 2 parents, 4 grandparents, 8 grandparents, and so on. Find the number of his ancestors during the 10 generations preceding his own. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു പേഴ്സണ് 2 പാരൻസ് ഉണ്ട്, 4 ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, 8 ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് ഉണ്ട്. സോ ജനറേഷൻസ് ആ പാറ്റേണിലാണ് മേലോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസിസ്റ്റേഴ്സിൻ്റെ 10 ജനറേഷൻസിൽ എത്ര ആൾക്കാരുണ്ട് അവരുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. പുറകിലോട്ട് പോകുമ്പോൾ ഉള്ള 10 ജനറേഷൻസ് എടുക്കുക, അവരുടെ ആൾക്കാരുടെ മുഴുവൻ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് തന്നേക്കുന്ന സീക്വൻസ് എഴുതി നോക്കാം. 2 പാരൻസാണ് ആദ്യമുള്ളത്. സോ 2, ദെൻ 4 ഗ്രാൻഡ് പാരൻസ്, 8 ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്. സോ ഇങ്ങനെയാണ് പാറ്റേൺ പോകുന്നതെങ്കിൽ അടുത്ത 16 എന്ന് നമുക്ക് പറയാം. സോ ഈ ഫോമാറ്റിലാണ് ഈ സീക്വൻസ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു GP ആണ്. ദാറ്റ് ഈസ് 4/2. സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 2. 8/4 എന്ന് പറയുന്നത് 2 ആണ്. സോ ഇത് ഒരു GP ആണ്. ഹാവിങ് ഫസ്റ്റ് ടേം 2, കോമൺ റേഷ്യോ r is equal to 2. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് ഹിസ് ആൻസസ്റ്റേഴ്സ് ഡ്യൂറിങ് 10 ജനറേഷൻ പ്രിസീഡിങ് ഹിസ് ഓൺ. സോ നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ട്. 10 ജനറേഷൻസ് പുറകെയുള്ള സം ഓഫ് n ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം r എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. സം ഓഫ് n ടേംസ് നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ടു 10 ടേംസ് ആണ്. സം അപ് ടു 10 ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ S10 ഈസ് ഈക്വൽ ടു Snൻ്റെ ഇക്വേഷൻ Sn is equal to a into r raised to n minus 1 by r minus 1 ആണ്. സോ അതിൽ a എന്ന് പറയുന്നത് 2 ഇൻറ്റു r എന്ന് പറയുന്നത് 2 raised to n എന്ന് പറയുന്നത് 10 മൈനസ് 1 by 2 minus 1 that is 1 equal to 2 into 2 raised to 10 എന്ന് പറയുന്നത് 1024 ആണ് മൈനസ് 1 equal to 1024 minus 1 1023 into 2 2046. സോ ഇത്രയും നമ്പർ ഓഫ് ആൻസിസ്റ്റേഴ്സ് ആണ് 10 ജനറേഷൻസ് എടുത്ത് അയാൾക്കുണ്ടാകുന്നത്. എക്സാമ്പിൾ 17. Insert 3 numbers between 1 and 256 so that the resulting sequence is a GP. അപ്പോൾ 1നും 256നും ഇടയ്ക്ക് 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം. കിട്ടുന്നത് ഒരു GP ആയിരിക്കണം. നമ്മൾ ഈ സെയിം പ്രോബ്ലം AP ചെയ്തായിരുന്നു. ആ സെയിം ഫോമാറ്റ് തന്നെ ഇവിടെ ഫോളോ ചെയ്താൽ മതി. ഇത് GP ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ആ GP എങ്ങനെ എഴുതാം? 1 G1 G2 G3, 256. ഇതാണ് GP എന്ന് വെക്കാം. സോ G1 G2 G3 ആണ് 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്തത്. സോ നമുക്ക് എത്രാമത്തെ ടേം അറിയാം? 1 2 3 4 5. ഫിഫ്ത്ത് ടേം ഓഫ് ദി GP അറിയാം. സോ A5 എന്ന് പറയുന്നത് 256 ആണെന്നറിയാം. A5നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? A ഇൻറ്റു r raised to 5 minus 1 that is A ഇൻറ്റു r raised to 4 is equal to 256. A നമുക്കറിയാം 1 ആണ് ഇവിടുത്തെ A. സോ A1 ആയതുകൊണ്ട് r raised to 4 is equal to 256 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് r കണ്ടുപിടിച്ചാൽ മതി. ഇത് നമുക്ക് 256നെ ഫാക്ടറൈസ് ചെയ്ത് 4ൻ്റെ ഗ്രൂപ്പ്സായിട്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് ഓരോ 4ൻ്റെ ഗ്രൂപ്പ്സിൽ നിന്നും ഓരോ നമ്പേഴ്സ് എടുത്തിട്ട് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 256 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 256 എന്ന് പറയുന്നത് 60ൻ്റെ സ്ക്വയർ ആണ് 256. ദാറ്റ് ഈസ് r is equal to നമുക്ക് ഫോർത്ത് റൂട്ട് ഓഫ് 256 ആണ് വേണ്ടത്. സോ 1/4. സോ ഈക്വൽ ടു 2 a raised to m the whole raised to n എന്ന് പറയുന്നത് a raised to m the whole raised to n is equal to a raised to m into n. 16 raised to 2 into 1/4 വരുന്നത്. 2 into 1/4 1/2 കിട്ടും. സോ 16 raised to 1/2. 16 raised to 1/2 എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടെ പ്ലസ് ഓർ മൈനസ് 4 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. എപ്പോഴും r raised to 4 ഇങ്ങനത്തെ വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. പവറിൽ ഈവൻ നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓർ ഫോർത്ത് റൂട്ട് ഓർ nth റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. പോസിറ്റീവ് വാല്യൂം നെഗറ്റീവ് വാല്യൂം നമുക്ക് ആൻസറായിട്ട് കിട്ടും.
ഇനി പ്രോബ്ലംസിനെ പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ എന്നുള്ളത് നമ്മൾ പ്രോബ്ലത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നോക്കുന്നത്. ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ആവാം. അതുകൊണ്ട് നമുക്ക് 2 വാല്യൂ എടുക്കേണ്ടിയിരിക്കുന്നു. 6+4 6-4 ആയിരിക്കുമ്പോൾ ഉള്ള G1, G2, G3യുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ വെൻ r is equal to 4 and when r is equal to -4. സോ r is equal to 4 ആകുമ്പോൾ G1 എന്ന് പറയുന്നത് എന്തായിരിക്കും? G1 ഇവിടെ ഈ GPയിൽ സെക്കൻഡ് ടേം ആണ്. സോ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് AR ആയിരിക്കും. അതുപോലെ G2 എന്ന് പറയുന്നത് AR സ്ക്വയറും G3 എന്ന് പറയുന്നത് AR ക്യൂബും ആയിരിക്കും. AR എന്ന് പറയുന്നത് A1 ആണ്. സോ R എന്ന് പറയുന്നത് 4. സോ G1 4. R സ്ക്വയർ 16. R ക്യൂബ് 64. ഇനി R -4 ആകുമ്പോഴത്തേക്കും G1, G2, G3. സോ ഇതും AR സ്ക്വയർ AR റൈസ് ടു 3 ഇത് തന്നെയാണ്. സോ R -4 ആകുമ്പം 1 × -4 -4 തന്നെ. R സ്ക്വയർ ആകുമ്പോൾ -4ൻ്റെ സ്ക്വയർ 16. സോ 16 ക്യൂബ് ആകുമ്പോഴത്തേനും -4ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 64 -64 ആണ്. സോ നമുക്ക് 2 GB ആണ് കിട്ടിയത്. ഹെൻസ് ദ നമ്പേഴ്സ് ഇൻസേർട്ടഡ് ആർ ഏതൊക്കെയായിരിക്കും? 4, 16, 64 ആൻഡ് -4, 16, -64. Example 18. If AM and GM of 2 positive numbers A and B are 10 and 8 respectively, find the numbers. അപ്പോൾ നമുക്ക് അരിത്മെറ്റിക് മീനും ജോമെട്രിക് മീനും തന്നിട്ടുണ്ട്. A, B എന്ന് പറയുന്ന 2 നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ 2 നമ്പേഴ്സിൻ്റെ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് 10ഉം ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് 8ഉം ആണെന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പേഴ്സ് എയും ബിയും ആണ്. സോ നമുക്കറിയാം അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് ഒരു APയിലെ 3 ടേംസ് എടുക്കുകയാണെങ്കിൽ അതിൽ മിഡിൽ ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. അതിലെ മിഡിൽ ടേമിനെ പറയുന്ന പേരാണ് അരിത്മെറ്റിക് മീൻ. ദെൻ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് 3 നമ്പേഴ്സ് GPയിലാണെങ്കിൽ അതിലെ മിഡിൽ ടേം അതിലെ മിഡിൽ ടേമിനെയാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അരിത്മെറ്റിക് മീൻ്റെ ജോമെട്രിക് മീൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് AM എന്ന് പറയുന്നത് A പ്ലസ് നമ്പേഴ്സ് എയും ബിയും ആണെങ്കിൽ A+B/2ഉം ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് √AB. ഇതാണ് അരിത്മെറ്റിക് മീൻ്റെയും ജോമെട്രിക് മീൻ്റെയും ഇക്വേഷൻസ്. സോ നമുക്ക് അരിത്മെറ്റിക് മീൻ തന്നിട്ടുണ്ട് എത്രയാണ്? 10 ആൻഡ് ജോമെട്രിക് മീൻ തന്നിട്ടുണ്ട് എത്രയാണ്? 8. സോ അരിത്മെറ്റിക് മീൻ 2 നമ്പേഴ്സിൻ്റെ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് A+B/2 എന്നറിയാം. ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് √AB = 8. സോ ഇതിൽ നിന്ന് ഞാൻ A+B എഴുതുവാണ്. A+B = 10 × 2 20 ആൻഡ് AB കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷനെ മുഴുവൻ സ്ക്വയർ ചെയ്യുവാണ്. സോ AB = 8ൻ്റെ സ്ക്വയർ 64. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എയും ബിയും ആണ്. ആ 2 നമ്പേഴ്സാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എയുടെയോ ബിയുടെയോ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ബിയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് 20 - A എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ AB ആണ്. അതിൽ ബിക്ക് പകരം ബിയുടെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ A × ബിക്ക് പകരം 20 - A = 64. സോ 20A ഓപ്പൺ ചെയ്യുക ബ്രാക്കറ്റ് 20A - A² = 64. സോ A² - 20A + 64 = 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുവഴി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ദെൻ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ടോ ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ടോ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. സോ ഇത്രയും ചെയ്യുന്നതിനേക്കാളും വേറൊരു മെത്തേഡ് എളുപ്പമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 നമ്പേഴ്സിൻ്റെ സം 20യും 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 64 ആണ്. അപ്പോൾ നമുക്ക് ആ 2 നമ്പേഴ്സ് ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 2 നമ്പേഴ്സിൻ്റെ സം 20യും പ്രോഡക്റ്റ് 64 ആയിട്ടുള്ള ആ 2 നമ്പേഴ്സ് ഏതെന്ന് അറിയാനായിട്ട് നമുക്ക് 64നെ ഫാക്ടറൈസ് ചെയ്യാം.
ഇതിൽ നമുക്ക് ഓരോ നമ്പേഴ്സിനെ ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കാം. അതായത് എനിക്ക് ഇതിൽ നിന്ന് 2ഉം ബാക്കി വരുന്നത് 32, ഈ 2ഉം ബാക്കി ഇത്രയും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 32 കിട്ടും. ആ 32 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2ഉം 32ഉം ഒരു കോമ്പിനേഷനാണ്. അതായത് നമുക്ക് ഇതിൽ നിന്ന് എത്ര കോമ്പിനേഷൻസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ 2, 32 ഒരു കോമ്പിനേഷൻ, 64ഉം 1ഉം വേറൊരു കോമ്പിനേഷൻ, ദെൻ ഈ 4ഉം 16ഉം ഒരു കോമ്പിനേഷൻ. ഇത്രയും നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 8ഉം വേറൊരു കോമ്പിനേഷൻ. ഇതുവരെ എടുക്കുകയാണെങ്കിൽ 16 വരും, 16ഉം 4ഉം വേറൊരു കോമ്പിനേഷൻ. ആ കോമ്പിനേഷൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ അപ്പോൾ അത് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. സോ ഇത്രയും കോമ്പിനേഷൻസ് ആണ് നമുക്ക് വരുന്നത്. സോ അതിൽ കോമ്പിനേഷൻസ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് 64ഉം 1ഉം ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ദെൻ ഓരോ നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് കോമ്പിനേഷൻസ് ആക്കി എഴുതുക. ഇത് മുഴുവൻ 2 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കോമ്പിനേഷൻ ആക്കാം. ഇപ്പോൾ 2ഉം 3ഉം 5ഉം അങ്ങനത്തെ കുറേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് കോമ്പിനേഷൻസ് ഉണ്ടാക്കി എഴുതുക. നമുക്ക് ഡയറക്റ്റ്ലി രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ അറിയത്തില്ല എനിക്ക് ഉള്ള മെത്തേഡാണ് ഈ സംഭവം. സോ 32ഉം 2ഉം, അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് 64 തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇതിലേതിൻ്റെയൊക്കെ സം എടുത്താൽ നമുക്ക് 20 കിട്ടുമെന്ന് നോക്കാം. 32ഉം 2ഉം സം ചെയ്താൽ 20 കിട്ടത്തില്ല. 64ഉം 1ഉം സം ചെയ്താൽ 20 കിട്ടത്തില്ല. 4ഉം 16ഉം സം ചെയ്താൽ 20 കിട്ടും. 8ഉം 8ഉം സം ചെയ്താൽ കിട്ടത്തില്ല. സോ നമുക്ക് ഒരേ ഒരു നമ്പറാണ് കിട്ടിയത്. 4ഉം 16ഉം സം ചെയ്താൽ നമുക്ക് 20 കിട്ടും. സോ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് എ എന്ന് പറയുന്നത് 4ഉം ആവാം 16ഉം ആവാം. ബി എന്ന് പറയുന്നതും 4ഉം ആവാം 16ഉം ആവാം. അതായത് എ 4 ആയിരിക്കുമ്പോൾ ബി 16ഉം, എ 16 ആയിരിക്കുമ്പോൾ ബി 4ഉം ആയിരിക്കും വരുന്നത്. സോ നമ്പേഴ്സ് 4ഉം 16ഉം ആണ്.